കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളും. പല ആളുകളും കുറവായി നമ്മുടെ സൂമിൽ കാണുന്നുണ്ട്. നെറ്റിൻ്റെ പ്രോബ്ലവും മഴയുടെയൊക്കെ പ്രോബ്ലം കൊണ്ടായിരിക്കാം പലർക്കും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇത്രയും പേർക്കെങ്കിലും ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചു തോർത്ത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളെ യെഹെസ്കേലിലെ പ്രവചനം 42-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 40-ാമത് അധ്യായം മുതൽ യെഹെസ്കേലിലെ ദൈവം ഒരു മലയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു ദൂതനെ കാണിക്കുന്ന ദൂതനോടൊപ്പം ഉള്ള യാത്രയായിരുന്നു യെഹെസ്കേലിൻ്റെ. ആ യാത്ര തീർന്നിട്ടില്ലേ. ഇപ്പോഴും യെഹെസ്കേൽ ദർശനത്തിൽ ആ ദൂതനോടൊപ്പമുള്ള യാത്രയിലാണ്. ആലയത്തിൻ്റെ പല കവാടങ്ങളും അതിൻ്റെ സിറ്റ് ഔട്ടുകൾ, അതിൻ്റെ അകവശം, അകത്തുള്ള റൂമുകൾ, അതിൻ്റെ ഭിത്തിയുടെ കനം, അതെല്ലാം വളരെ സവിസ്തരമായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചിരുന്നു. നമ്മൾ പഠിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ട് ഭാഗത്തായി, ആലയത്തിൽ നിന്ന് അല്പം പുറത്തായി കാണപ്പെട്ട രണ്ട് കെട്ടിടങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഒന്ന് വടക്ക് ഭാഗത്തും മറ്റൊന്ന് തെക്ക് വശത്തും. വടക്ക് വശത്തും തെക്ക് വശത്തുമുള്ള മുറികളുടെ അകലം സെയിമാണ്. അതിൻ്റെ വാതിലുകളുടെ അളവുകളെല്ലാം സെയിമാണ്. വടക്കേ വശത്തുള്ള അതിനകത്തുള്ള റൂമുകളുടെ അതിൻ്റെ വാതിലുകൾ വടക്കേ വശത്തേക്കും തെക്ക് ഭാഗത്തുള്ള റൂമുകളുടെ വാതിലുകൾ തെക്ക് ഭാഗത്തുമായി ക്രമീകരിച്ചിരിക്കുകയാണ്. ഈ രണ്ട് കെട്ടിടങ്ങളുടെ നടുവിൽ ഒരു കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് അളന്നാൽ 175 അടി നീളം, വടക്ക് നിന്ന് തെക്കോട്ട് അളന്നാൽ 87 അടി വീതി, ഇങ്ങനെ ഒരു ഹോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ഒരു പല നിലകളിലായിട്ടാണ് പണിതിരിക്കുന്നത്. 3 നിലകൾ ഉള്ളതായിട്ടാണ് കാണിച്ചേക്കുന്നത്. ആ 3 നിലകളും പണിതപ്പെട്ടിരിക്കുന്നത് ഗാലറികൾ പണിയുന്ന ആ ലെവലിലാണ് പണിതേക്കുന്നത്. കെട്ടിടത്തിന്റെ പുറത്തുള്ള പ്രാകാരത്തിലേക്ക് വീട് കൊണ്ടുപോവുകയാണ്. അവിടെ 3 നിലകളിലായി ഗാലറി പോലെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ്. ഇവയിൽ മുറികളുണ്ട്, കൊച്ചു കൊച്ചു അറകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ശലോമോൻ പണിത ആലയത്തിനോട് സാമ്യമായിരുന്ന ഒരു ആലയത്തെക്കുറിച്ചാണ് യെഹെസ്കേൽ ദർശനത്തിൽ കാണുന്നത്. യെഹെസ്കേൽ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ട, നെബൂഖദ്നേസർ രാജാവ് നശിപ്പിച്ച ആ ആലയത്തിന് സമമായിട്ടുള്ള ഒരു ആലയമാണ് ഇവിടെ ദർശനത്തിൽ യെഹെസ്കേൽ ദർശിക്കുന്നത്. ഭിത്തിയുടെ കനങ്ങൾക്കനുസരിച്ചുള്ള റൂമുകൾ ഉണ്ടായിരുന്നു. അവിടെ വിശുദ്ധ മണ്ഡപം എന്ന് പറയുന്നൊന്നുണ്ട്. അങ്ങനെ ആ നിലകളിൽ പുരോഹിതന്മാർക്ക് വേണ്ടി ഒരു മണ്ഡപം ഉണ്ടായിരുന്നു. ആ മണ്ഡപത്തിൽ വഴിപാട് കൊണ്ടുവരുന്നവർക്ക് കൊണ്ടുവരുവാനും പുരോഹിതന്മാർക്ക് വേണ്ടി അതിനകത്തുനിന്ന് എടുക്കുവാനുള്ളതായ അധികാരങ്ങളും അവകാശങ്ങളും ഉള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുവരുന്ന യാഗങ്ങൾ ഏതായിരുന്നാലും
ആ യാഗങ്ങളിലെല്ലാം അവർക്ക് ആവശ്യത്തിന് എടുക്കുവാനുള്ളതായ ക്രമീകരണങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ റൂമുകൾ അതിനു വേണ്ടി വേർതിരിക്കപ്പെട്ടിരുന്നു. ഇനി മറ്റൊന്ന്, ആ സ്ഥലത്തിന് വിളിക്കപ്പെട്ടതിന് പേരുണ്ട്. അതൊരു വിശുദ്ധ മണ്ഡപം എന്ന് പറയുന്നു. അത് അതിവിശുദ്ധമായ വഴിപാടുകൾ കഴിക്കുന്നതിനുള്ള ഒരു സ്ഥലമാണ്. അത് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ളതായാൽ കൂട്ടായ്മയിലെ ഇടമെന്നാണ് പറയുന്നത്. ദൈവവും മനുഷ്യനുമായി ഒരുമിച്ച് ഉള്ളതായ കൂട്ടായ്മ കൂടുന്നൊരു സ്ഥലം. ഇങ്ങനെ പറയാനുള്ള കാരണം, ആളുകൾ വഴിപാട് കൊണ്ടുവരുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. ആ കൊണ്ടുവരുന്ന വഴിപാടിൽ കുറെ ഭാഗം പുരോഹിതന്മാർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി കൊണ്ടുവരുന്നതിൽ നിന്നാണ് പുരോഹിതന്മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിന് റെപ്രസെന്റേറ്റീവായിട്ട് അവർ നിൽക്കുന്നത് കൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ ഒരു വിശുദ്ധ കൂട്ടായ്മയുടെ സ്ഥലമായിട്ടാണ് അതിനെ കാണുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് വിശദ വിവരങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതാണ്. വീട് കാണാൻ കഴിയുന്നത് ഈ രണ്ട് കെട്ടിടങ്ങളും വിശുദ്ധ സ്ഥലങ്ങളാണ്. ഇനിയും ഈ കെട്ടിടങ്ങൾ തന്നെ മറ്റു ചില റൂമുകൾ കാണിക്കുന്നുണ്ട്. അവിടെ യാഗങ്ങൾക്കുള്ള എണ്ണ, ധാന്യം ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. വേറെ ചില സ്ഥലങ്ങളൂടെ കാണിക്കുന്നുണ്ട്. പുരോഹിതന്മാരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം. പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രമുണ്ട്. ആ വസ്ത്രം ശുശ്രൂഷയ്ക്ക് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ വസ്ത്രം സൂക്ഷിക്കുവാനും വസ്ത്രം മാറുവാനും ഉള്ള റൂമിൻ്റെ ക്രമീകരണം ഇതിൻ്റെ അകത്തുണ്ട്. ആ പുരോഹിതന്മാർ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രം ശുശ്രൂഷയ്ക്ക് ശേഷം അത് ഊരി അവിടെ മടക്കി വെക്കണം. എന്നിട്ട് സാധാരണ വസ്ത്രം ഇട്ടുകൊണ്ട് വേണം അവൻ വെളിയിൽ പബ്ലിക്കിലേക്ക് ഇറങ്ങേണ്ടത്. അതല്ലാതെ ആലയത്തിൻ്റെ അകത്ത് ഉപയോഗിച്ച വസ്ത്രവുമായിട്ടൊരിക്കലും വെളിയിൽ പോകാൻ പാടില്ല. വെളിയിൽ ഉപയോഗിച്ച വസ്ത്രമായിട്ടൊരിക്കലും ആരാധനയ്ക്കകത്തും കയറാൻ പാടില്ല. രണ്ടും രണ്ടാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. എങ്കിലും ഒന്നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഭാഗം വിടാം. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, രണ്ട് തരത്തിലുള്ള വസ്ത്രം കാണുന്നു. ഒന്ന്, അവർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രം, അതിന് വിശുദ്ധ വസ്ത്രം എന്ന് പറയുന്നു. മറ്റേത് അവർ വെളിയിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രം. അപ്പോൾ പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രം കൊണ്ട് ഒരിക്കലും ആലയത്തിൻ്റെ അകത്ത് കയറി ശുശ്രൂഷ ചെയ്യാൻ പാടില്ല. ആലയത്തിനകത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വസ്ത്രമുണ്ട്, അത് മാത്രമേ പുരോഹിതന് ഉപയോഗിക്കാം. അപ്പോൾ ലോകമയവുമായി, ലോക ചിന്തകളുമായി, ലൗകിക പ്രവർത്തനങ്ങളുമായി, ലൗകിക വേഷവിധാനങ്ങളോടുകൂടെ ആലയത്തിനകത്ത് പുരോഹിതന്മാർക്ക് വരുവാൻ അവകാശമില്ല. ലോകം വേറെ, ദൈവത്തിന് സന്നിധി വേറെ. ലോകവും ദൈവത്തിൻ്റെ സന്നിധിയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുവാൻ പാടില്ല. രണ്ടും രണ്ടാണ്. ലോകം വേറെ, ദൈവ സാന്നിധ്യം, ദൈവം വേറെയാണ്. അതുകൊണ്ട് ദൈവം വ്യക്തമായി പറഞ്ഞിരുന്നു,
ആമേൻ. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കുന്ന വസ്ത്രം കൊണ്ട് നീ ഒരിക്കലും ലോകത്തിലേക്ക് പോകല്ലേ. ലോകത്തിൽ ഉപയോഗിക്കുന്ന വസ്ത്രം കൊണ്ട് നീ ഒരിക്കലും ആലയത്തിൻ്റെ അകത്ത് വരല്ലേ. ലോകം വേറെ, ദൈവസാന്നിധ്യം വേറെ. എന്നാൽ അത് മനസ്സിലാകാത്ത ആളുകൾ പലപ്പോഴും ഇത് രണ്ടും കൂട്ടിക്കുഴച്ച് കൊണ്ടുപോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടും രണ്ടാണ്. രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ കൊണ്ടുപോകുവാൻ സാധ്യമല്ല. അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ പുരോഹിതന്മാർക്ക് വേണ്ടി പ്രത്യേകമാകുന്ന കരുതി വെച്ചിരുന്ന കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും നമ്മൾ മറ്റൊരു ചില കാര്യങ്ങൾ കൂടി കണ്ടായിരുന്നു. അവർ കിഴക്ക് ഭാഗം അളവുകോൽ ഉപയോഗിച്ച് അളന്നു. ആലിന് ചുറ്റുമുള്ള പൊതുപര്യടനങ്ങൾക്ക് ശേഷം നൂതന ആലയത്തിൻ്റെ മൊത്തത്തിലുള്ള അതിന് വീക്ഷണകോണിൽ നിർത്തിയിരിക്കുക. അതുകൊണ്ട് നമുക്കതിന് 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലൊന്ന് വായിക്കാം. എഗസ്കേലിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന് 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. അകത്തെ ആലയം അളന്നു തീർന്ന ശേഷം കിഴക്കോട്ട് ദർശനമുള്ള വാതിക്കൽ കൂടി എന്നെ കൊണ്ടുചെന്ന് അവിടെ ചുറ്റും അളന്നു. അവൻ കിഴക്ക് ഭാഗം ദണ്ഡുകൊണ്ട് അളന്നു, ആകെ 500 മുഴം. അവൻ വടക്ക് ഭാഗം ദണ്ഡുകൊണ്ട് അളന്നു, ആകെ 500 മുഴം. അവൻ തെക്കു ഭാഗം ദണ്ഡുകൊണ്ട് അളന്നു, ആകെ 500 മുഴം. അവൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ദണ്ഡുകൊണ്ട് അളന്നു, 500 മുഴം. ഇങ്ങനെ അവൻ 4 പുറവും അളന്നു. വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിക്കുവാൻ തക്കവണ്ണം 500 മുഴം നീളത്തിലും 500 മുഴം വീതിയിലും ഒരു മതിൽ അതിനു ചുറ്റും ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ചില കണക്കുകൾ പറയുന്നുണ്ട്. ഇത് കിഴക്ക് ഭാഗമാണ്. കിഴക്ക് ഭാഗത്തിന് ഒത്തിരി പ്രാധാന്യതയുണ്ട്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗത്തും കിഴക്ക് ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് കിഴക്കേ കവാടം എപ്പോഴും തുറക്കത്തില്ല. അത് പ്രഭുക്കന്മാർക്ക് വേണ്ടി മാത്രം തുറക്കുന്ന വാതിലാണ്. പ്രഭുക്കന്മാർക്ക് മാത്രം ആലയത്തിനകത്ത് കടന്നു വരുവാൻ വേണ്ടി തുറക്കപ്പെടുന്ന ഒരു വാതിലാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കഴുതപ്പുറത്ത് കയറി ഓശാന ഞായറാഴ്ച യെരുശലേമിലേക്ക് പ്രവേശിച്ചത് കിഴക്കേ കവാടത്തിലൂടെയാണ്. അതിനുശേഷം ആ കവാടത്തിലൂടെ ആരും പ്രവേശിച്ചിട്ടില്ല എന്നും ആ കവാടം എന്നേക്കുമായി അടയ്ക്കപ്പെട്ടുവെന്നുമാണ് പറയപ്പെടുന്നത്. മശിഹ ഇനി വരുമ്പോൾ യെരുശലേമിൽ പ്രവേശിക്കാൻ പോകുന്ന വാതിലും അത് തന്നെയാണ്. അതുകൊണ്ട് 2 തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ, ഒന്ന്, മശിഹ അതുവഴി വന്ന് പ്രവേശിക്കുമെന്ന് ചുറ്റുമുള്ള ജാതികൾക്ക് അറിയാവുന്നത് കൊണ്ട് അവർ അത് തുറക്കുവാൻ അനുവദിക്കുന്നില്ല എന്ന് പറയപ്പെടുന്നു. ഇല്ല, ഇതാ പ്രഭുവിനോട് മാറ്റിവെച്ചിരിക്കുകയാണെന്നും 2 അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി അവർ തടഞ്ഞാലും കൊള്ളാം, എന്തായിരുന്നാലും ശരി, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ദൈവം ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും പോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ആ വാതിലൂടെ വാഴ്ത്തപ്പെട്ട മശിഹയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നതാണ് കിഴക്കേ കവാടം. നമ്മൾ ആ ഭാഗത്തെക്കുറിച്ച് വിശദമായി പഠിച്ചതാണല്ലോ. ഞാൻ ഈ ഭാഗത്തേക്ക് വരട്ടെ. ഇനി കുറെ കഴിയുമ്പോൾ അടുത്ത അധ്യായത്തിൽ കിഴക്കേ ഭാഗത്തെക്കുറിച്ച് കുറെ കൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കിഴക്കേ ഭാഗം അളവുകൾ കൊണ്ട് ഉപയോഗിച്ച് അളക്കുന്നു. ആലയത്തിന് ചുറ്റും നോക്കി കാര്യങ്ങൾ കണ്ടു. എന്നിട്ട് ചുറ്റുപാടും അളക്കുകയാണ്. അളവ് കോലിനാൽ അളക്കുന്നു. ദൂതന്റെ കയ്യിൽ ഒരു ദണ്ഡുണ്ട്, ഒരു ചരടുണ്ട്. ആ ദണ്ഡിന്റെ നീളം 6 മുഴമാണ് നീളം. ഇവിടെ
ഇതൊരു വിസ്തീർണമായിട്ട് പറയുന്നത്. ഇപ്പോഴത്തെ ആലയം ഇത് പറയുമ്പോൾ ശലോമോൻ പണിത ആലയം അബ്രഹാം തന്റെ മകനായ ഇസ്ഹാക്കിന് യാഗം കഴിച്ച മോറിയ ദേശമായിരുന്നു. മോറിയ മലയിലാണ് ശലോമോൻ ആലയം പണിയപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ മല മുകളിലുള്ള വിസ്തീർണത്തെക്കാൾ വലിയ വിസ്തീർണമാണ് ഇവിടെ ദൂതൻ അളക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 500 ദണ്ഡ് നീളം, 500 ദണ്ഡ് വീതി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചില ആളുകൾ പറയുന്നത് 500 ദണ്ഡില്ല, 500 മുഴമെന്ന് പറയുന്നു. എന്നാൽ നല്ലൊരു ശതമാനം പണ്ഡിതന്മാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സഹസ്രാബ്ദ യുഗത്തിൽ 1000 ആണ്ട് വാഴ്ചയിൽ യെരുശലേമിന്റെയും അഥവാ ഇസ്രായേൽ രാജ്യത്തിന്റെയും രൂപാന്തരപ്പെട്ട ഭൂമിശാസ്ത്രപരമായ ഒരു പ്രതിഫലനമാണ്, ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് ഈ ഭാഗത്തുനിന്നും കാണാൻ കഴിയുന്നത്. ഇത് ഇതുവരെ നിവർത്തിക്കപ്പെട്ടിട്ടില്ല. യെഹെസ്കേൽ കണ്ട ഈ ദർശനത്തിൽ കണ്ട ആലയം ഇതുവരെ പണിതിട്ടില്ല. അപ്പൊ സഹസ്രാബ്ദ വാഴ്ചയിൽ യെരുശലേമിന്റെയും ഇസ്രായേൽ ദേശത്തിന് ഉണ്ടാകുന്ന ഒരു മാറ്റം ഭൂമിശാസ്ത്രപരമായ മാറ്റമാണ്. ഇവിടെ പറയുന്നത് പൊതുസ്ഥലങ്ങളെ വിശുദ്ധ സ്ഥലങ്ങളിൽ നിന്നും വേർതിരിക്കുക എന്നും പറയുന്നുണ്ട്. ദേവാലയത്തിന് ചുറ്റും മതിലുണ്ട്. ആ മതിലിന്റെ ഉദ്ദേശം പറയുന്നുണ്ട്. അതിനകത്ത് ആരും കടക്കല്ലെന്നുള്ളതല്ല. പൊതുവായ സ്ഥലങ്ങളിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തെ വേർതിരിക്കുക എന്നുള്ളതാണ് ആ മതിലിന്റെ ലക്ഷ്യം. പൊതുവായ സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് വിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലത്തിന്റെ തത്വം എന്നുള്ളത് ഇവിടെ നിന്ന് അറിയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ട വിശുദ്ധ സ്ഥലം. വിശുദ്ധം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വേർതിരിക്കപ്പെട്ടത്, സെറ്റ് അപ്പാർട്ട്. അപ്പൊ ആ വേർതിരിക്കപ്പെട്ട ആ സ്ഥലം, അപ്പൊ അത് ചുറ്റുപാടുമുള്ള ലോകവുമായി ഇടകലരാനുള്ളതല്ല എന്ന് ഈ ഭാഗം കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. ലോകത്ത് കാണുന്ന എല്ലാം കൊണ്ടും ഇതിനകത്ത് വരാൻ പാടില്ലാത്തതും മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നത് മറ്റുള്ളത് വ്യത്യസ്തമാണിത്. ഈ മതിലിന്റെ നീളം പറയുന്നുണ്ട് 500 ദണ്ഡുകൾ അളക്കുമ്പോൾ 500 ദണ്ഡ് നീളം വീതി ഉയരമെല്ലാം വരുന്നു. ഒരു സമചതുരം രൂപപ്പെടുന്നതായി തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കണക്കാക്കുമ്പോൾ ഏകദേശം 30,60,500 ചതുരശ്ര യാർഡിന് തുല്യമാണ് ഇതെന്ന് പറയപ്പെടുന്നു. 30,62,500 ചതുരശ്ര യാർഡിന് തുല്യമാണ്. ഇതൊരു സ്പേസ് ആണ്, ഒരു സ്ഥലം. ഏകദേശം ഒരു ചതുരശ്ര മൈൽ എന്ന് പറയുമ്പോൾ 2.56 ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പൊ അങ്ങനെ കണക്കാക്കുമ്പോൾ ഏകദേശം 636 ഏക്കർ സ്ഥലം വരുന്നുണ്ട്. അതിന്റെ അളവിന്റെ നീളം
ഒന്നുകൂടി പറഞ്ഞാൽ 256 ഹെക്ടർ സ്ഥലമാണ് ദൂതൻ മുഖാന്തരം ഇപ്പോൾ അളന്നിരിക്കുന്ന 500 മുഴം നീളം, 500 മുഴം വീതി, ഉയരം, സമചതുരം അളക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവാണത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി 20ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 20ാമത്തെ വാക്യം. ഇങ്ങനെ അവൻ 4 പുറവും അളന്നു, വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിക്കുവാൻ തക്കവണ്ണം 500 മുഴം നീളത്തിലും 500 മുഴം വീതിയിലും ഒരു മതിൽ അതിന് ചുറ്റും ഉണ്ടായിരുന്നു. ഓക്കെ, അത് വേർതിരിക്കാൻ വേണ്ടി ചുറ്റുമുള്ള മതിലിന്റെ അളവും ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ലക്ഷ്യവും പറയുന്നുണ്ട്. 500 എന്നത് മുൻ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 500 ദണ്ഡുമായി ബന്ധപ്പെടുത്തിയാണ് ഇവിടെയും ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാൻ കഴിയുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ വരുമ്പോൾ വ്യത്യസ്തമാകുന്ന നിലയിൽ വേണം ദൈവസന്നിധി വരേണ്ടത്. ലോകത്ത് കറങ്ങിയടിച്ച് ലോക ഇമ്പങ്ങളിൽ ജീവിച്ചിട്ട് ആ ഡ്രസ്സുമായിട്ട് നീ ആലയത്തിലേക്ക് വരല്ലേ. ഇതിനകത്ത് ഉപയോഗിക്കുന്നതുമായിട്ട് ലോകത്തിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ വ്യത്യസ്തമാണ്. രണ്ടാമത്തത്, ഇവിടെ ആ മതിലിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എടുത്തു പറയുന്നു, പൊതുവായ സ്ഥലങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെട്ടതാണെന്ന് അറിയുവാൻ വേണ്ടി. ഇവിടെ ആ പക ഊന്നി പറയുകയാണ്, ആലയം വിശുദ്ധമാണ്, അത് ചുറ്റുമുള്ള സ്ഥലങ്ങളെ പോലെയല്ല, അത് വ്യത്യസ്തമാണ് എന്ന് ഈ ഭാഗത്തു നിന്നും നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മെ ഓർപ്പിച്ചുണർത്തുന്ന കാര്യം, ലോകം വേറെ, ദൈവസഭ വേറെ. രണ്ടും കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം പറയുന്ന പോലെ വചനാടിസ്ഥാനത്ത് ജീവിപ്പാൻ ദൈവത്തിൽ ആത്മാവ് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 42ാം അധ്യായം അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് 43ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ 1 മുതൽ 4 വരെ വാക്യങ്ങൾ ഒന്ന് വായിച്ച്. 1 മുതൽ 4 വരെയുള്ള വാക്യം, 43ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ടും പ്രകാശിച്ചു. ഇത് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. നഗരത്തെ നശിപ്പിക്കുവാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ. ഈ ദർശനങ്ങൾ കെബാർ നദീതീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ കവിണ്ണു വീണു. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. ഓക്കെ, ഈ ഭാഗത്തേക്ക് 43ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെഹെസ്കേലിന്റെ ആലയത്തിൽ ദൈവമഹത്വം ഇറങ്ങുന്നു. കിഴക്കേ വാതിലിലൂടെ ദൈവമഹത്വം പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള വിശദമാകുന്ന വിവരണമാണ് ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. ഈ 1-2 വാക്യത്തിൽ കണ്ടത്, അവന്റെ ഗോപുരത്തിന് കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. യെഹെസ്കേലിന്റെ ദർശനത്തിലൂടെ ഒരു ആലയ പര്യടനം ആരംഭിച്ചതും ഈ കിഴക്കേ കവാടത്തിൽ നിന്നാണ്. അതറിയില്ലെങ്കിൽ 40ാം അധ്യായത്തിന്റെ 6ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ആ ഭാഗത്ത് പറയുന്നുണ്ട്, പിന്നെ അവൻ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തേക്ക് ചെന്നു,
അതിൻ്റെ പതനങ്ങളിൽ കയറി എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ യെഹെസ്കേലിനും ദൂതനും ഒരുമിച്ചുള്ള ആലയത്തെക്കുറിച്ചുള്ള ആ പര്യടനം ആരംഭിക്കുന്നതും കിഴക്കേ വാതിലൂടെയാണ്, കിഴക്കേ കവാടത്തിൽ നിന്നാണ്. അത് എത്തിച്ചേരുന്ന സ്ഥലത്ത് നിന്ന് കിഴക്കേ കവാടത്തിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് കണ്ടു. ഇസ്രായേലിലെ ദൈവത്തിന്റെ മഹത്വം കിഴക്ക് നിന്ന് വരുന്നതായിട്ടാണ് യെഹെസ്കേൽ ഇപ്പോൾ ദർശനത്തിൽ കാണുന്നത്. അതേ ദിശയിൽ നിന്ന് തന്നെ ദൈവത്തിന്റെ മഹത്വം പുറപ്പെട്ടു പോകുന്നതും യെഹെസ്കേൽ കണ്ടായിരുന്നു. നമ്മളത് വായിച്ചല്ലോ. അതിനാൽ ഇപ്പോൾ യെഹെസ്കേലിന്റെ ദർശനത്തിൽ ആ പോയ ദൈവമഹത്വം കിഴക്കേ മലയിലേക്ക്, കവാടത്തിൽ കിഴക്കേ മലയിലേക്ക് പോയ ദൈവമഹത്വം വീണ്ടും കിഴക്കേ കവാടത്തിലൂടെ ആലയത്തിനകത്ത് പ്രവേശിക്കുന്നതായി യെഹെസ്കേൽ ദർശനത്തിൽ കാണുകയാണ്. ഇതാണ് അവൻ ഒരിക്കൽ കണ്ടു, ആലയത്തിൽ ദൈവമഹത്വം പോകുന്നു കണ്ടു. ഇപ്പോൾ അവൻ ദർശനത്തിൽ കാണുന്നത് ആ ആലയത്തിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വരുന്നുണ്ട്. നാം മനസ്സിലാക്കേണ്ട വസ്തുത, ഇസ്രായേലിലെ ദൈവത്തിന്റെ മഹത്വം ഇല്ല എങ്കിൽ യെഹെസ്കേൽ പണിയുന്ന ആലയം വെറും ഒരു കെട്ടിടം മാത്രമായിരിക്കും. നമുക്കറിയാം, ശലോമോൻ ആലയം പണിതു. അതിന്റെ ഡെഡിക്കേഷൻ ടൈമിൽ ദൈവമഹത്വം ഇറങ്ങി വന്നു. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത നിലയിലുള്ളതായ ദൈവമഹത്വം കൊണ്ട് ആലയം നിറഞ്ഞതായി വായിക്കുന്നുണ്ട്. ഇവിടെ അന്ന് ആ ആലയം പൂർണ്ണമായി തകർക്കപ്പെട്ടു. അതിനു മുമ്പായി ദർശനത്തിലുള്ള പഠിച്ചതാണ്, ആലയം തകർക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ദൈവമഹത്വം ആ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ടാണ് നെബൂഖദ്നേസറിന് ആലയത്തിനകത്ത് കയറാനും ആലയത്തിനകത്ത് പാത്രമെടുക്കാനും അത് അവന് രാജ്യത്ത് കൊണ്ടുപോകാനും ആലയം നശിപ്പിക്കുവാനും മതിലുകൾ നശിപ്പിക്കാനൊക്കെ സാധിച്ച കാരണമെന്ന് ചോദിച്ചാൽ, അവിടെ ഉണ്ടായിരുന്ന ദൈവമഹത്വം അവിടെ വിട്ടുപോയിരുന്നു. അതുകൊണ്ടാണ് ആ ആലയം നെബൂഖദ്നേസർ നശിപ്പിക്കാൻ കഴിഞ്ഞത്. ഇത് യെഹെസ്കേൽ ദർശനത്തിൽ കണ്ടതാണ്. അങ്ങനെയുള്ള ആലയത്തിലേക്ക് വീണ്ടും ദർശനത്തിലൂടെ കാണുമ്പോൾ ദൈവമഹത്വം അവിടേക്ക് ഇറങ്ങി വരികയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, എത്ര വലിയ കെട്ടിടമായിരുന്നാലും, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ അമ്പരചുംബികളാകുന്ന ഗോപുരങ്ങളാൽ പണിയപ്പെട്ട കെട്ടിടമായാലും, എന്ന് പറഞ്ഞാൽ ആകാശത്തോളം എത്തുന്ന ഗോപുരങ്ങൾ പണിതുണ്ടാക്കിയ വലിയ കെട്ടിടമായാലും കൊള്ളാം, ദൈവമഹത്വം ഇല്ല എങ്കിൽ അത് വെറും ഒരു കെട്ടിടമെന്നല്ലാതെ അതിന് യാതൊരു പ്രാധാന്യതയും അതിലില്ല. ഇത് ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആലയങ്ങളും ദേവാലയങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ദൈവമഹത്വം ഇല്ല എങ്കിൽ അത് വെറും കെട്ടിടങ്ങളെന്ന് മാത്രമല്ലാതെ അതൊന്നും ആലയങ്ങളായി പറയുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് ദൈവം കൈപ്പണിയായ ആലയങ്ങളിൽ വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ദൈവ കൈപ്പണിയായ ആലയത്തിൽ വസിക്കുന്നില്ല.
അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട വസ്തുത, ഈ ഭാഗത്ത് ദൈവമഹത്വം ഇറങ്ങി വരുമ്പോൾ മാത്രമേ അതൊരു ആലയമായി മാറ്റപ്പെടുത്തുള്ളൂ. ഇല്ല എങ്കിൽ വെറും ഒരു കെട്ടിടം മാത്രമാണ്. അതുകൊണ്ടാണ് മോശ ഹോരേ പർവ്വതത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്തിന് ഒരു പ്രാധാന്യതയുമില്ല. ദൈവമഹത്വം ഇറങ്ങി വന്നപ്പോഴാണ് മുൾപ്പടപ്പിന്റെ അകത്ത് വലിയ ദൈവസാന്നിധ്യ കൃപയും മോശ അഭിഷേകം ചെയ്യപ്പെടുന്നതും മോശ നിയോഗിക്കപ്പെടുന്നതും ഒക്കെ ചെയ്തു വെച്ചാൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നത് കൊണ്ടാണ്. അവിടെ ഇന്ന് ലോകത്തിൽ കാണുന്ന വലിയ ഭീമമാകുന്ന കൊട്ടാരങ്ങളും അമ്പരചുംബികളാകുന്ന ഗോപുരങ്ങളുള്ള കെട്ടിടം കണ്ടിട്ട് ദൈവമുണ്ട് എന്ന് പറയുകയല്ല, അതിനകത്ത് ദൈവമഹത്വമുണ്ടോ എന്ന് നാം ചിന്തിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, 2 or 3 പേർ അതിലധികം പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ വരുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൈപ്പിടിയായ ദേവാലയങ്ങളല്ല ദൈവം വസിക്കുന്നത്, നമ്മുടെ മനുഷ്യ ഹൃദയങ്ങളിലാണ് ദൈവം വസിക്കുന്നത്. ഈ ഹൃദയത്തിനകത്ത് ദൈവം ഇല്ല എങ്കിൽ നമ്മുടെ ശരീരം എത്ര വലുതായിരുന്നാലും ഏതെല്ലാം നിലയിൽ സൂക്ഷിച്ചാലും അത് വെറും മണ്ണ് മാത്രമാണ്. മണ്ണ് മാത്രം, ഒരു പ്രയോജനമില്ലാത്ത വെറും മണ്ണ് മാത്രമാണ്. അതുകൊണ്ട് ദൈവം സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ഇതിനകത്ത് വസിക്കുവാൻ ദൈവം ഉണ്ടായിരിക്കണമെന്നും നാം നന്നായി മനസ്സിലാക്കുവാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ദൈവമഹത്വം ഇറങ്ങി വന്നതുകൊണ്ട് യെഹെസ്കേലിന്റെ ആലയത്തിൽ അതിന് 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 ബഹുമാനമുണ്ട്, അതിന് ഭംഗിയുണ്ട്, അത് അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ കഴിയും. ദൈവമഹത്വം ഇല്ല എങ്കിൽ അത് വേറൊരു കെട്ടിടമായി മാത്രം അവശേഷിക്കുകയാണ്. ഇനിയും അടുത്തൊരു കാര്യം, അതിന്റെ 2ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേലിലെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു, അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു, ഭൂമി അതിന് തേജസ് കൊണ്ട് പ്രകാശിച്ചു. അവിടെ ദൈവമഹത്വത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ നിറഞ്ഞു, ദൈവ തേജസ്സിനാൽ ഭൂമി നിറയപ്പെട്ടു. ദൈവമഹത്വത്തിന് കാണുക മാത്രമല്ല, ദൈവമഹത്വം ഇറങ്ങി വരുമ്പോൾ കേൾക്കാനും കഴിയുന്ന വിധത്തിലാണ് വരുന്നത്. അതൊരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദമാണ്. അതൊരു പ്രചോദനാത്മകമാകുന്ന ഒരു ശബ്ദമാണ്. വേദോസ്തര പല ഭാഗത്തും ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാക്കുന്നു എന്ന്. പത്മോസ് ദ്വീപിൽ യോഹന്നാന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശദീകരണത്തിൽ പറയുമ്പോൾ അവരുടെ ശബ്ദം പെരുവെള്ളത്തിന്റെ ശബ്ദം പോലെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട വസ്തുത, കർത്താവ് വരുമ്പോൾ ഇടി മുഴക്കി, നാദം മുഴക്കി, അതിൻ്റെ നിലയിലേക്കാണ് ഇറങ്ങി വരുന്നത്. കാണുക മാത്രമല്ല, കേൾക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനമാണ് ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കതിന്റെ 3-4 വാക്യം ഒന്ന് വായിക്കാം. ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. നഗരത്തെ നശിപ്പിക്കുവാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ.
ഈ ദർശനങ്ങൾ കെബാർ നദീതീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ കവിണ്ണു വീണു. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. ഇവിടെ ഞാൻ കണ്ട ദർശനത്തിന്റെ രൂപം എന്തായിരുന്നു? ആ സെയിം രൂപമാണ് ഇനി കാണുന്നത്. എന്ന് പറഞ്ഞാൽ എഗസ്കേൽ പുസ്തകം 10-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും കെബാർ നദിയുടെ തീരത്ത് വെച്ച് എഗസ്കേൽ ദൈവിക മഹത്വത്തിന്റെ ദർശനം കണ്ടു. അന്ന് കണ്ട ദൈവമഹത്വം, അതേ മഹത്വം ഇറങ്ങി വന്നിരിക്കുകയാണ്. അന്ന് വന്ന ദൈവമഹത്വം ഒരു നെഗറ്റീവായിരിക്കുന്ന അർത്ഥത്തിൽ കണ്ടു എങ്കിൽ, അതേ മഹത്വം ഇവിടെ യെഹെസ്കേൽ തിരിച്ചറിയുന്നു. അന്ന് നഗരത്തെ നശിപ്പിക്കുന്ന ഒരു ന്യായവിധിയായി ദൈവമഹത്വം ഇറങ്ങി വന്നെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് ഈ ആലയം നിറയ്ക്കുന്ന ഒരു വലിയ അനുഭവത്തോടു കൂടെയാണ് ഇവിടെ ദൈവമഹത്വം ഇറങ്ങി വന്നിരിക്കുന്നത്. കവട് വീണു. ദൈവമഹത്വം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ആർക്കും മുട്ടുകുത്താതിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പറയുന്നു, സകല നാവും ഏറ്റുപാടും, എല്ലാ മുട്ടും മടങ്ങും എന്ന് പറയാനുള്ള കാരണം ആരും നിർബന്ധിച്ച് മുട്ടുകുത്തിക്കുന്നതല്ല. ഈ ദൈവമഹത്വത്തിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ഒരുത്തരും ലോകത്തിൽ കാണുകയില്ല. ലോകത്തെ കിടുകിട വിറപ്പിച്ച ഹിറ്റ്ലറും ലോകത്തെ കിടുകിട വിറപ്പിച്ച അലക്സാണ്ടറും തുടങ്ങിയ രാജാക്കന്മാരൊക്കെ ഈ ദൈവത്തിന്റെ മഹത്വത്തിന് മുമ്പിൽ മുട്ടുകുത്തിയിട്ടുണ്ട്. നെബൂഖദ്നേസറിനെ ദൈവം മുട്ടുകുത്തിച്ചു, ഫറവോനെ മുട്ടുകുത്തിച്ചു. അങ്ങനെ നോക്കുമ്പോൾ വൻകിടമായ രാജാക്കന്മാർ പലരും ദൈവമഹത്വത്തിന് മുമ്പിൽ മുട്ടുകുത്തിപ്പോയി. അങ്ങനെയെങ്കിൽ ഓർത്തുകൊള്ളണം, ദൈവമഹത്വത്തിന് മുമ്പിൽ ഉറച്ചു നിൽക്കാൻ ഒരു പർവ്വതത്തിന് കഴിയത്തില്ല, ഒരു ചെങ്കടലിനും കഴിയത്തില്ല, ഒരു യോർദാനും കഴിയത്തില്ല. ഒന്നിനും ദൈവമഹത്വത്തിന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഒരു യെരിഹോ കോട്ടയ്ക്കും കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ ഭാഗം നിർത്തട്ടെ. ഈ അവസരം ഓർപ്പിച്ചുകൊടുത്തൊരു കാര്യം, ദൈവമഹത്വത്തിന്റെ മുൻപിൽ എത്ര പൊക്കിപ്പടുന്ന യെരിഹോ കോട്ട പോലുള്ള കോട്ടയായാലും ശരി, അത് ഇടിഞ്ഞു വീഴും, അത് ഇടിഞ്ഞു വീഴും. എത്ര വലിയ ചെങ്കടലായാലും ശരി, ഈ മഹത്വത്തിന്റെ മുമ്പിൽ രണ്ടായി വേർതിരിയപ്പെടും. ഈ ദൈവമഹത്വത്തിന് മുമ്പിൽ കലങ്ങി മറിയുന്ന യോർദാൻ രണ്ട് ഭാഗത്തേക്ക് പിന്മാറിപ്പോകും. അവിടെ 114 സങ്കീർത്തനം വായിക്കുന്നു, പർവ്വതങ്ങളെ നീ പിന്മാറുന്നെന്ത്, കുന്നുകളെ നിങ്ങൾ കുഞ്ഞാടുകളെ പോലെ തുള്ളുന്നത് എന്ത് എന്ന് പറയുമ്പോൾ വായിക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ പർവ്വതങ്ങൾക്ക് കുന്നുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെങ്കിൽ വെറും ഒരു വിലയുമില്ലാത്ത മനുഷ്യനെ ദൈവമഹത്വത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ രാത്രി ദൈവമഹത്വ പ്രാധാന്യത മനസ്സിലാക്കണം. ഇവിടെ ദൈവം കർത്താവേ, ആ ദൈവമഹത്വം ഈ സാധുക്കളാകുന്ന മൺകൂടാരത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഞങ്ങൾ എന്തുള്ള യോഗ്യത? ഒരു യോഗ്യതമില്ലാത്ത എന്നിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വന്നു. ഒരു യോഗ്യതമില്ലാത്ത എന്റെ കുടുംബത്തിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വന്നു. ഒരു യോഗ്യതമില്ലാത്ത എന്റെ ദേശത്തേക്ക് ദൈവമഹത്വം ഇറങ്ങി വന്നു. ഒരു യോഗ്യതമില്ലാത്ത എന്റെ കൂടാരത്തിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വന്നു പറഞ്ഞുകൊണ്ട്
ദൈവസന്നിധിയിൽ നന്ദിയോടെ നമുക്കായിരിക്കാം. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ പഠിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.